വേറെ റൈറ്റ് അവേ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ വൈബ്രേഷൻ. നമ്മൾ സ്പീഡ് എടുക്കണത് നമ്മൾ അറിയില്ല. സോ വെൽക്കം ബാക്ക് ഗൈസ്, ക്യാപ്റ്റൻ നോമാഡ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം ചോദിക്കരുത്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇത്തിരി ജോലി തിരക്ക് പോയിപ്പോയി. പിന്നെ അത് പോരാത്തതിന് ഇത്തിരി മടിയും പിന്നെ ഇത്തിരി മഴയും ഇതൊക്കെ കൂടി ആയിപ്പോയി. ചിലവർക്ക് ഓൾറെഡി അറിയാമെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ CDI സെറ്റപ്പ് ഒന്ന് മാറ്റിയായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ടൂ സ്ട്രോക്സിൻ്റെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി യാമക്കാസിനെ അറിയായിരിക്കും. അപ്പോൾ യാമക്കാസിയാണ് എനിക്ക് ഈ ഒരു സെറ്റപ്പ് ഇത് ചെയ്തത്. ലൈറ്റ് CDI എന്നാണ് പറയണത്. ബാക്കിയുള്ളവർക്ക് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാലും അറിയും. അപ്പോൾ അവർ തന്നെ ആക്ച്വലി SD, RD അങ്ങനെ 2 സ്ട്രോക്സ്, യൂഷ്വലി ഒരു 2 സ്ട്രോക്സ്, അതല്ലാണ്ട് ഒരു 350ഓളം അവരുടെ വേറെ വണ്ടികൾക്കുള്ള CDIs അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് പോരാത്തതിന് നിങ്ങളുടെ ഏതെങ്കിലും വണ്ടി ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ലൈറ്റ് CDI വേണം എന്നുണ്ടെങ്കിൽ അവർ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത് തരും. ബേസിക്കലി ഒന്നുമില്ല, ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു CDI ആയിരിക്കും അത്. അതായത് അല്ലാണ്ട് പെർഫോമൻസിനൊന്നുമല്ല, പെർഫോമൻസിൻ്റെ അവർ വേറെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമൽ CDI ലൈക്ക് അത് ഒപ്റ്റിമലായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. ഓക്കെ, ആ ഒരു ഇതിൽ അവരുടെ അതിനുള്ള മെഷീനറിയും ടൂൾസും പ്രിസിഷൻ ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അവരത് ചെയ്തു തരുന്നു. അവരുടെ ഒരു R&D ടീമൊക്കെ ഉണ്ട്. അങ്ങനെ അവർ കണ്ടുപിടിച്ചാണ് ബേസിക്കലി SDs എന്ന് പറയുന്നത്. എൻ്റെ അറിവിൽ CDI ആയിട്ട് വന്നേക്കുന്നത് റോഡ് കിങ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അറിയില്ല. 93, 95 മോഡൽസൊക്കെ ആണ് റോഡ് കിങ് ആണ് CDI ആയിട്ട് വന്നേക്കുന്നത്. അതല്ലാണ്ട് വേറെ വണ്ടികളൊന്നും CDI ഇല്ലയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി പോയിൻറ്റ് ബ്രേക്കർ സെറ്റപ്പിൽ ഒരു ഡൈനാമോ ഒക്കെ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ പഴയ ഒരു ഇത്. അത് കഴിഞ്ഞ് നമ്മളത് സമുറൈ സെറ്റപ്പായിട്ട് മാറ്റി. അതിലും ഒരു ഇൻക്രിതി പോരായൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ അലൈറ്റ് CDI എന്ന് കേട്ടപ്പോൾ തൊട്ട് എനിക്കിത്. പിന്നെ ഞാൻ യാമക്കാസിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് RX-ലൊക്കെ പുള്ളിക്കാരൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. പുള്ളിയുടെ 2-3 RX-ഉം പിന്നെ ഷോഗണും 2 RD-യും അങ്ങനെ കുറച്ച് 2 സ്ട്രോക്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് പുള്ളിയുടെ. അപ്പോൾ പുള്ളി ഇതിലൊക്കെ കൂടി അലൈഡ് ഒരെണ്ണത്തിൽ എനിക്ക് തോന്നുന്നത് 100-ൽ RX 100-ലും കണ്ടാണ് പുള്ളി ആദ്യമായിട്ട് അലൈഡ് കയറ്റിയത്. അങ്ങനെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി ഇപ്പം എൻ്റെ അറിവിൽ എല്ലാത്തിലും പുള്ളിയുടെ എല്ലാ വണ്ടിയിലും അലൈഡ് കയറ്റിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ അങ്ങനെ വേറെ അങ്ങനെ ഒന്നും പൊക്കി പറയാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥിതിക്ക് പുള്ളി ഇതിനെക്കുറിച്ച് ഇത്ര നന്നായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെയാണ് ഞാനിത് മേടിച്ചിട്ടത്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഇറ്റ് ഈസ് ഫിനോമിനൽ. ലിറ്ററലി നമ്മുടെ ഇതിപ്പോൾ ഈ സൈഡ് കേസ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാൻ പറ്റുമായിരുന്നു തന്നെ, പക്ഷേ മടിയാണേ. എന്തായാലും വണ്ടി ഓടിക്കാനുള്ള ഒരു സുഖം എന്താണെന്ന് ഞാൻ പയ്യെ ഓടിച്ചുകൊണ്ട് പറയാം. കാരണം നമ്മുടെ കയ്യിൽ ഓഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ കാറ്റടിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഏരിയ, ഇതിപ്പോൾ ഞാൻ എയർപോർട്ടിലാണ്, എയർപോർട്ട് പോണ വഴിയാണിത്. ഇത് എയർപോർട്ട് റോഡാണ്. ഇവിടെ 2 സൈഡും പാടവും പറമ്പും ഒക്കെ ആയതുകൊണ്ട് കാറ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഗോപ്രോൻ്റെ മൈക്ക് സെറ്റപ്പ് ഏതാണോ വെച്ചേക്കണത്. എന്തായാലും ഒരു സാധനം കാണിച്ചിട്ടേ. ഇപ്പോൾ വണ്ടി കുറച്ച് നേരമായിട്ട് ഇവിടെ നിൽക്കണു. ഞാൻ ഫോണിലൊക്കെ പണിത് നിന്ന് ഇങ്ങനെ കുറച്ച് നേരമായി. ഇല്ല, ചൂടില്ല, വലിയ ചൂടൊന്നുമില്ല വണ്ടി എന്തായാലും. പക്ഷെ വേറൊരു സംഭവം എനിക്ക് ഒരു സെറ്റപ്പ് ആക്കി തന്നു. ഇത് ഓഫ്, ഇത് ഓണ്, ഇത് ലൈറ്റ്. നമ്മുടെ പഴയ ആണിക്കോലിൽ വരുന്ന സെറ്റപ്പ്. ഓക്കെ, ഞാനിത് കാണിച്ചു തരാം. ഫ്യൂൽ ഓൺ, ചോക്ക് ഓഫ് ആണ് കേട്ടോ, നോക്കിക്കോ, ഓഫ്. അത് ഞാൻ പവർ പോലും എൻ്റെ കാല് തന്നിപ്പോയി, എന്നിട്ട് വണ്ടി സ്റ്റാർട്ടായി.
ഐഡ്ലിങ് കേട്ടോ. അപ്പം ഞാൻ അലൈറ്റ് സെറ്റപ്പ് കയറ്റിയ പിന്നെ ദ ഫസ്റ്റ് തിങ് ഐ നോട്ടീസ് റൈറ്റ് അവേ വാസ് ഇതിൻ്റെ വൈബ്രേഷൻസ്. എസ് ഡി ബേസിക്കലി ലോ എൻഡിൽ ഭയങ്കര വൈബ്രേഷൻ, അതേപോലെ ടോപ്പ് എൻഡിലും. അതിൻ്റെ മിഡ് റേഞ്ചാണ് ഒരു ഇൻക്രീതി ഉള്ളത്. ഞാൻ എൻ്റെ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത്, ബാക്കിയുള്ളത് എനിക്ക് അറിയില്ല. ഇതിപ്പോൾ ഒരു പുതിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് ഇത് ചെയ്യാം. പക്ഷേ എൻ്റെ വണ്ടി ഇതിന് മുമ്പ്, ഇതിപ്പോൾ ഇത്ര പഴക്കമുള്ള വണ്ടിയാണ്. ഓരോരുത്തർ ഉപയോഗിക്കണ സിലിണ്ടറും ബോറും മറ്റേ വണ്ടിയിലെ എൻജിൻ എക്വിപ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരണോണ്ട് ഓരോ വണ്ടിക്കും ഓരോ ക്യാരക്ടറായിരിക്കും. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഒച്ചയൊക്കെ ഉണ്ടോ നിങ്ങൾ? ഇറ്റ്സ് ബേസിക്കലി ഐഡ്ലിങ് ഗൈസ്. വേറെ റൈറ്റ് അവേ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ വൈബ്രേഷൻ. ലിറ്ററലി ഐ മീൻ സീറോ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് വണ്ടി കണ്ണാടി പോകാനും കണ്ടില്ലോ എന്നൊക്കെ പറയരുത് പ്ലീസ്. 2 സ്ട്രോക്കാണ്, 30 കൊല്ലം പഴക്കമുണ്ട്. ഇതൊക്കെ കൺസിഡറേഷനിൽ എടുക്കുക. കമ്പാരിറ്റീവ്ലി എൻ്റെ പഴയ വണ്ടിയുടെ വൈബ്രേഷൻ, വണ്ടിയുടെ ആദ്യം ഉണ്ടായിരുന്ന വൈബ്രേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ അധികം വളരെ അധികം വൈബ്രേഷൻസ് കുറഞ്ഞു. ഇപ്പോൾ ഇത് കണ്ണാടീൻ്റെ ഇവിടെ ചെറിയ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. നിങ്ങൾ സാധാരണ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിലോമീറ്റർ കിടന്ന് വരക്കണതാണ്, പക്ഷേ നോ ഇഷ്യൂ. ഓക്കെ, അത് ഫസ്റ്റ് തിങ്. അപ്പോൾ വൈബ്രേഷൻ കുറഞ്ഞുകൊണ്ട് ഒബ്വിയസ്ലി വണ്ടിയുടെ റിഫൈൻമെൻറ്റ് ഇത്തിരി കൂടി. റിഫൈൻമെൻറ്റ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓബ്വിയസ്ലി നമ്മൾ സ്പീഡ് എടുക്കണത് നമ്മളറിയില്ല. ഇപ്പം ഞാൻ പറയാം, നമുക്കൊരു സ്പീഡ് റൺ നോക്കാം. വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. ESDയിൽ ആക്ച്വലി ദർ ഇസ് ദിസ് തിങ് കോൾഡ് ഓട്ടോ ക്ലച്ച്. കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പോൾ ഓട്ടോ ക്ലച്ച് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ട്രയാങ്കിൾ പോലെ ഒരു സാധനമാണ്. അതിൽ നിന്നൊരു ലിവർ പുറത്തേക്ക് വരുന്നുണ്ട്. ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ്, നിങ്ങൾ ഇവിടെ ഗിയറിൻ്റെ ലിവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലത്തെ ഒരു ബ്രാക്കറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. ഓക്കെ, അതിൻ്റെ നടുക്ക് ഭാഗം കുഴിഞ്ഞായിരിക്കണം. അപ്പം നമ്മുടെ ഓട്ടോ ക്ലച്ചിൽ നിന്ന് ഒരു ലിവർ വരുന്നുണ്ട്. അതിൻ്റെ അറ്റത്തൊരു ബെയറിങ് പോലെ ഒരു സംഭവമുണ്ട്. ഈ സാധനം നേരെ വന്ന് ഈ ഗിയർ ലിവറിൻ്റെ ഈ ബ്രാക്കറ്റുമാണ് റെസ്റ്റ് ചെയ്യണേ. സോ ആൻഡ് അതിൻ്റെ നടുക്കാണ് കുഴി, ബാക്കിയുള്ള ഭാഗങ്ങൾ ഫ്ലാറ്റാണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഗിയർ അപ്പ് ഓർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ബ്രാക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആവും. ഓക്കെ, അപ്പം നടുക്കാണ് കുഴി. നമ്മുടെ ഓട്ടോ ക്ലച്ച് എന്ത് ചെയ്യും, ഓട്ടോ ക്ലച്ച് നമ്മൾ ഗിയർ ഡൗൺ ആക്കിയെന്ന് വെച്ചാൽ, ഓക്കെ, കൺസിഡറിങ് ഗിയർ താഴേക്ക് പോയി, ഈ ഓട്ടോ ക്ലച്ചിൽ നിന്ന് വരുന്ന ഈ ലിവർ
അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറ്റുക, ഈ സാധനം ഈ കുഴിയിൽ നിന്ന് നേരെ മുകളിലേക്ക് ട്രാവൽ ചെയ്യും, ബ്രാക്കറ്റിൻ്റെ കുഴിയിൽ നിന്ന് നേരെ മുകളിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ ക്ലച്ച് എൻഗേജ് ആവും. ഓക്കെ, സോ ഇതിൻ്റെ പ്ലേ അനുസരിച്ച് ഈ ഒരു പാർട്ട് വരെ ദിസ് ഈസ് ക്ലച്ചാണിത്, കണ്ടോ, ഇത് ക്ലച്ചാണ്. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഗിയർ എൻഗേജ് ആവണേ. സി, ഇപ്പോൾ അടുത്ത ഗിയറിലേക്ക് നീങ്ങി. ദാറ്റ് ഈസ് ഹൗ. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഷിഫ്റ്റിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇട്ടു, ഞാൻ ഹാൻഡിൽ ബാർ ഒന്ന് പിടിക്കട്ടെ കേട്ടോ, എനിക്കൊരു ബാലൻസ് കിട്ടാത്ത പോലെയൊക്കെ തോന്നുന്നു. ഫസ്റ്റ് ഇട്ടു, അയ്യോ ക്ലച്ച് പിടിക്കരുതല്ലോ. ഞാനിനി വേറെ കുറേ സെറ്റപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അധികം വൈകാണ്ട് തന്നെ വയനാടിക്ക് ഒരു റൈഡ് ഉണ്ട്. അധികം വൈകാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ഈ ആഴ്ച തന്നെ വരും. വയനാട് ഒരു റൈഡ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് വലിയ സീനൊന്നുമില്ല, നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മൈസൂർക്ക് ഒരു റൈഡ് ഉണ്ട് ഇപ്പോൾ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആശാൻ്റെ ഒരു ഹ്യൂജ് കാർ കളക്ഷൻ ഉണ്ട്. ഇവിടെ എറണാകുളത്ത് തന്നെയാണ്, കൊച്ചിയിൽ തന്നെയാണ്. പുള്ളീനൊന്ന് വിസിറ്റ് ചെയ്യാൻ പോകണം. ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലമായി. അപ്പോൾ ആശാനൊന്ന് കാണാൻ പോകണം. ആശാൻ്റെ വണ്ടികളൊക്കെ കാണിച്ചു തരാം. ഒരു 7 സീരീസ്, ഒരു 3 സീരീസ്, ഒരു പഴയ കോണ്ടസ, ഒരു ലാൻസർ, അങ്ങനെ കുറേ സെറ്റപ്പുകളുണ്ട് പുള്ളിയുടെ കയ്യിൽ. അതുപോരാത്തതിന് പുള്ളിയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കയ്യിലൊക്കെ കുറേ അച്ചക്കച്ചാന്തര വെട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വെറുപ്പിക്കലാണെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു സീനുമില്ല. അൾട്ടിമേറ്റ്ലി നല്ല കണ്ടൻറ് ഉണ്ടാക്കുക എന്നുള്ളതാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഓരോരുത്തരുടെയും ഒരു അജണ്ട എന്ന് പറയുന്നത്. ആ ചേട്ടൻ ഇങ്ങനെ നോക്കി തന്നെ അനാവശ്യമായിട്ടുള്ള കോംപ്ലക്സ് വേണ്ട, അവനവന്റെ ഡിഗ്നിറ്റി നിൽക്ക്. അപ്പോൾ സംഭവം ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ സ്ഥിരമായിട്ട് വണ്ടി ഇടാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ എന്തായാലും ഓർത്തൊക്കെ ഇട്ടോളാം, മടിയൊന്നും ഇല്ലാണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ഇപ്പോൾ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. അടുത്ത വീഡിയോ വരെ ദയവ് ചെയ്ത് കാത്തിരിക്കുക. എൻ്റെ വീട്ടിലോസ്റ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. ഓക്കെ, അപ്പോൾ അതുവരെ